കാറിൽ കടത്തുകയായിരുന്ന മാരക ലഹരി മരുന്നായ MDMA-യുമായി യുവാവും യുവതിയും പോലീസിന്റെ പിടിയിലായി. ലഹരിയുടെ മയക്കത്തിലായിരുന്ന യുവാവ് പോലീസിനും നാട്ടുകാർക്കും നേരെ അക്രമാസക്തനായി. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. കോഴിക്കോട് നാദാപുരത്താണ് സംഭവം. കോഴിക്കോട് കൊട്ടാരക്കുന്ന് തയ്യിൽ 26 വയസ്സുള്ള മുഹമ്മദ് ഇജാസ്, വയനാട് കമ്പളക്കാട് പുതിയ വീട്ടിൽ 24 വയസ്സുള്ള അഖില എന്നിവരാണ് 32 ഗ്രാം MDMA-യുമായി പിടിയിലായത്. പാറക്കടവ് തിരിക്കോട്ട് ട്രാൻസ്ഫോമറിന് സമീപം വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടെ കാറിലെത്തിയ പ്രതികൾ പോലീസ് വാഹനം തടഞ്ഞതോടെ പുറത്തിറങ്ങി ബഹളം വെച്ചു. തുടർന്ന് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതോടെയാണ് കാർ കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ സ്റ്റേഷനിലെത്തിച്ചത്. തുടർന്നുള്ള പരിശോധനയിൽ സീറ്റിനടിയിൽ നിന്നാണ് MDMA കണ്ടെത്തിയത്. ലഹരിമരുന്നിനൊപ്പം ലാപ്ടോപ്പ്, ക്യാമറ, 3 മൊബൈൽ ഫോൺ, 8500 രൂപ, ഇലക്ട്രോണിക് ത്രാസ് എന്നിവയും കാറിൽ നിന്ന് കണ്ടെടുത്തു. ചോദ്യം ചെയ്യുന്നതിനിടെ ഇജാസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തി. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ. ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ പൊന്നോണ ആശംസകൾ.